പുള്ളിക്ക് എന്തിനും ഒരു സംശയമുണ്ട് കേട്ടാ. അല്ല, സംശയം ചോദിക്കുന്ന നല്ലതാ. കാര്യം നമ്മൾ അറിവ് വെച്ചോണ്ട് അറിവ് പകർന്നു കൊടുക്കാന്നുള്ളതാണല്ലോ ചോദിച്ചോട്ടാ, ഈ പട്ടികളെ ഈ മൂത്രം ഒഴിക്കുമ്പോ ഒരു കാലിങ്ങനെ പൊക്കിട്ടെ മതിലിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പെടുക്കൂലേ, അതെന്തിനത്? ഞാൻ പറഞ്ഞു. പണ്ട് ഈ പട്ടിയുടെ മുതുമുത്തച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടി ഒരു വലിയ മതിലിനടുത്ത് വന്ന് മൂത്രം ഒഴിച്ചു. ഈ മൂത്രത്തിന്റെ ശക്തിയിൽ മതിലിടിഞ്ഞ് ഈ പട്ടിയുടെ മണ്ട വീണ് ഈ വലിയ മുതുമുത്തച്ഛൻ പട്ടി അങ്ങ് ചത്തു. അതിനുശേഷമാണ് ബാക്കിയുള്ള പട്ടികള് പിറത്ത് മതിലിടിഞ്ഞ് വീടായിരിക്കാൻ കാലിങ്ങനെ പൊക്കി കൊടുത്ത് മൂത്രം ഒഴിക്കുന്നത്. ഒരു സപ്പോർട്ട്. നിന്റെ അസുഖം മാറിയാടാ? നിനക്ക് സംശയം മാറിയല്ല? സംശയം മാറിയല്ലേ? രണ്ടെണ്ണം ഇറങ്ങിക്കണം. നേരം പെടുത്ത് ഒരുപാട് പണിയുള്ളപ്പോഴാ പട്ടിയെ ഇങ്ങനെ വട്ട കണ്ട സ്ഥലം മാറിയില്ല. നമ്മൾ വന്ന എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ലല്ലോ. അണ്ണന് കച്ചേരിക്ക് പാടി 1ാം സമ്മാനം കിട്ടണ്ടേ? അണ്ണന്റെ തൊണ്ടയിലെ അടപ്പ് മാറ്റണ്ടേ? കറക്റ്റ് സ്ഥലം തന്നെ. വൈദ്യരെ പോയില്ലേ? അല്ല, ഞങ്ങൾ അടപ്പ് മാറ്റാൻ വന്നതാ. ഇത് വന്നപ്പോ ആദ്യം പറയണ്ടായിരുന്നു തൊപ്പറക്ക് അടുക്കള സൈഡിലോട്ട് ചെല്ല്. അവിടെയാണ് 2 കക്കൂസിന്റെ അടപ്പിളകി കിടക്കുന്നത്. അത് 2 മാറ്റിയിട്ട് വന്നാ മതി. അതല്ല, പിന്നെ എന്റെ അണ്ണന്റെ തൊണ്ടയിൽ അടപ്പ് മാറ്റണമെന്ന്. അയ്യോ, ഏത് കുപ്പിയുടെ അടപ്പെടുത്ത് വിഴുങ്ങിയത്? അയ്യോ, അങ്ങനെ അല്ല. എന്റെ തൊണ്ട ഇവിടെ മുതൽ ഇവിടം വരെ അടഞ്ഞിരിക്കുക, ഒരാഴ്ചയായിട്ട് തുറക്കുന്നില്ല. അത് ഹർത്താലാ, പിന്നെ മാറിക്കോളും. എടാ, നീ അല്ലേടാ പറഞ്ഞ ഇവിടെ വന്ന് രാധ കോരി അടപ്പ് തുറക്കുമെന്ന്. രാധ കോരുന്ന് പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നല്ലോ. ഏത് രാധ? ദൈവമേ, എനിക്ക് പോലെ ശമ്പളം ഞാൻ കൊടുക്കുന്നില്ല. അല്ല, മറ്റേ ഈ തലയിലൊക്കെ കെട്ടിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് എണ്ണ ഇങ്ങനെ അയ്യോ, ധാര. കുഴപ്പമില്ല, രാധയ്ക്ക് വരെ താര കോരിയാലും മതി. ഏവള് കോരിയാലും എന്റെ അടപ്പങ്ങ് തുറന്നു കിട്ടിയ. ആര് കോരിയാലും അണ്ണന് തുറന്നു കിട്ടിയ. ഇങ്ങനെ ആരെന്ന് വിചാരിച്ചാണ് കളിയാക്കിയത്? സംഗീത ശിരോമണിയാണ് കേരളത്തിലെ. കച്ചേരിക്കൊക്കെ പോകുമ്പോ എവിടുന്നെല്ലാം മാറ്റി കെട്ടിയിരിക്കണേ. അതല്ല, എവിടുന്നല്ല അവാർഡ് മാറ്റി. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോ കിട്ടിയ ഒരു അവാർഡാണ് ഇതാണ്ട് ഇത്. എവിടുന്ന്? നിങ്ങളത് എന്താന്ന് അറിഞ്ഞൂടാ എങ്ങനെ സംസാരിച്ചത്? എന്താന്ന്? ഈ മനുഷ്യനെ താട്ടിക്കെട്ടി സംസാരിച്ചാ? ഇതിന്റെ വില എന്താണെന്നറിയാം, ഇതിന്റെ മഹത്വം എന്താണെന്നറിയാം നിങ്ങക്ക്? ഇതിന്റെയോ? കുഞ്ഞുനാൾ പോലെ കാണാൻ തുടങ്ങിയ ഞാൻ ഇത് കേട്ടോ. ഇതിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കരുത്. 10 തവണ ഞാൻ കൂടുതലുണ്ടാ. ബാറില് മദ്യം അളന്നു കൊടുക്കുന്ന സാധനം എനിക്കറിയത്തില്ലേ അതല്ലേ? അല്ല, അതങ്ങനല്ലേ? അത് ഇതിന്റെ അളവൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ കുപ്പി കൊണ്ടെടുക്കും, ഒരടി അടിക്കും, തിരുക്കും, എരിഞ്ഞങ്ങ് ഇറങ്ങിപ്പോവും. ഈ എരിഞ്ഞിറങ്ങിയതിന്റെ പാടാന്ന് ഈ കാണുന്നത്. അതല്ല, അതൊരു വലിയ കഥയാ. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലേ, സ്കൂൾ കലോത്സവത്തിന് ഞാൻ മാർക്കിടാൻ വേണ്ടി പോയി. ചെന്നിറങ്ങിയപ്പോ എന്തൊരു വെയിലും ചൂടും. സംഘാടകരെ സമ്മതിക്കണം കേട്ടാ. അവര് മുറ്റത്തൊരു വലിയ കൊട കൊണ്ട് ഞാൻ ചെന്ന് അതിന്റെ അടിയിലങ്ങ് കയറി. പിന്നെ കീചകവധമാണോ ബാലിവധമാണോ എന്താന്ന് എനിക്ക് അറിയാൻ വയ്യോ. എന്റെ അണ്ണൻ ചെന്ന് കയറിയതേ കൊടയുടെ അടിയിലല്ല. ഒരു ചെറുക്കൻ കഥകളിക്ക് മത്സരത്തിന് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവന്റെ പാവാടയുടെ അടിയിലല്ലേ ചെന്ന് കയറി കൊടുത്തത്. പിന്നെ എടുക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഇവിടെ അച്ചാറ് വെക്കൂടെ? അച്ചാറ് വെക്കോ, കുപ്പിയിട്ട് വെച്ചേക്കുന്നത്. MG ശ്രീകുമാറിന്റെ ഇത് അച്ചാറല്ല, ഇതല്ലേ എന്റെ സ്പെഷ്യൽ. ഇവിടെ എന്തുവാണ്? ഈ ഇരിക്കുന്നവരുടെ ശബ്ദത്തിൽ ഇതിന് അല്പം രസായനം വാരി നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ പാടാൻ പറ്റും. അയ്യോ, ഞാൻ ആദ്യമായിട്ട് വെക്കുക രസായനം വായിൽ വെച്ച യേശുദാസിന്റെ MG ശ്രീകുമാറിന്റെ സ്വരത്തിലൊക്കെ പാടാൻ. ചുമ്മാ കള്ളം പറയുന്നത്. തട്ടിപ്പ്. അതന്നെ. നിങ്ങൾക്ക് ഇത് ഇരിക്കുന്ന ആരെ ശബ്ദത്തിൽ പാടണം? പറഞ്ഞാ പാടുവോ? റിമി ടോമി. ചുമ്മാ പറ്റിപ്പ്. റിമി ടോമി കത്തോണേ ചുമ്മാടാ. ഇത് കൊള്ളാടാ. ഈ ഒരു ദേശം 3 ഉണ്ട് ഗുണം. നടുവും ചെയ്യാം, പാടവും ചെയ്യാം, കൃമിയടിയും മാറും. നിന്റെ ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ